നമുക്കിനി പേയ്മെൻറ്റ്സ് നോക്കാം. എക്സ്പെൻസ് എങ്ങനെ പേ ചെയ്യാം, എക്സ്പെൻസിൻ്റെ പേയ്മെൻറ്റ് എൻട്രി എങ്ങനെ എൻട്രി ചെയ്യാം എന്നുള്ളത് നോക്കാം. പെയ്ഡ് സാലറി ₹35,000. ഇവിടെ നമ്മൾ സാലറി എന്ന് പറയുമ്പോൾ എക്സ്പെൻസ് ആണ്. അപ്പോൾ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യാനാണ് അക്കൗണ്ടിങ് റൂൾ പറയുന്നത്. അതുകൊണ്ട് ബൈ സാലറി അക്കൗണ്ട് അറ്റ് ടു നമ്മൾ ക്യാഷാണ് ഇവിടെ കൊടുക്കുന്നത്. പ്രത്യേകിച്ചൊന്നും പറയില്ല. അപ്പോൾ ക്യാഷ് പേയ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് കുറയാണ്. സാലറി കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് കുറയാണ്. ക്യാഷ് അസറ്റാണ്. അസറ്റ് കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യാനാണ് അക്കൗണ്ടിങ് റൂൾ പറയുന്നത്. അപ്പോൾ സാലറി അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് എന്നാണ് എൻ്റർ ചെയ്യേണ്ടത്. അത് സാലറിക്ക് പകരം ഏത് എക്സ്പെൻസ് ആണെങ്കിലും, റെൻ്റ് ആണെങ്കിൽ ബൈ റെൻറ്റ് ടു ക്യാഷ്, ബൈ കമ്മീഷൻ ടു ക്യാഷ്, ബൈ അഡ്വർടൈസ്മെൻറ്റ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്, ബൈ ടെലഫോൺ ബിൽ അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്, ബൈ ബാങ്ക് ചാർജ് അക്കൗണ്ട് ടു ക്യാഷ്, അങ്ങനെ തന്നെ എഴുതുന്നു. എക്സ്പെൻസ് ടു ക്യാഷ് ആണ് വരിക. അതേസമയം എക്സ്പെൻസ് പേ ചെയ്യുന്ന ചെക്കായിട്ടാണെങ്കിൽ പെയ്ഡ് സാലറി ബൈ കാനറ ബാങ്ക് ചെക്ക് ₹25,000 എന്നാണ് പറയുന്നത്. അവിടെ നമ്മൾ സാലറി എക്സ്പെൻസ് ആണ്. സാലറി അക്കൗണ്ട് അറ്റ് സാലറിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. ബൈ സാലറി അക്കൗണ്ട് അറ്റ് ടു ക്യാഷിന് പകരം കാനറ ബാങ്ക് അക്കൗണ്ട് എന്നാണ് കൊടുക്കുന്നത്. നമ്മുടെ ബാങ്ക് ബാലൻസ് ആണ് കുറയുന്നത്. ബാങ്ക് എന്ന് പറയുന്നതും കറണ്ട് അസറ്റാണ്, ക്യാഷ് എന്ന് പറയുന്നതും കറണ്ട് അസറ്റാണ്. രണ്ടാമത്തെ കേസിൽ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ബാലൻസ് അല്ല കുറയുന്നത്, ബാങ്കിൽ നിന്നാണ് ഈ ക്യാഷ് പോകുന്നത്. അപ്പോൾ ബാങ്ക് ബാലൻസ് ആണ് കുറയുന്നത്. അപ്പോൾ സാലറി അക്കൗണ്ട് അറ്റ് ടു കാനറ ബാങ്ക്. റെൻ്റ് ആണെങ്കിൽ ബൈ റെൻ്റ് അക്കൗണ്ട് ടു കാനറ ബാങ്ക്. കമ്മീഷൻ ആണെങ്കിൽ ബൈ കമ്മീഷൻ അക്കൗണ്ട് ടു വേറെ ഏതെങ്കിലും ബാങ്ക് ആണെങ്കിൽ ടു HDFC ബാങ്ക് ആവാം, ICICI ബാങ്ക് ആവാം. അപ്പോൾ എക്സ്പെൻസ് ടു ക്യാഷ് ആണ്. എക്സ്പെൻസ് പേ ചെയ്യുമ്പോൾ എക്സ്പെൻസ് ടു ക്യാഷ് ആണ്. ചെക്ക് ആണെങ്കിൽ എക്സ്പെൻസ് ടു ബാങ്ക് ആണ് വരും. ഇവിടെ ക്രെഡിറ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാവില്ല. അതായത് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ മാത്രമേ ക്രെഡിറ്റ് വരുള്ളൂ. പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്, നമ്മൾ ക്യാഷ് കൊടുക്കുന്നില്ല. ഇവിടെ പേയ്മെൻറ്റ് ചെയ്താലേ, ക്യാഷ് കൊടുത്താലേ ഇത് പേയ്മെൻ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ ചെക്ക് കൊടുത്താലേ ഇത് പേയ്മെൻ്റ് ആവുള്ളൂ. അപ്പോൾ സാലറി അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്, ചെക്കാണെങ്കിൽ സാലറി അക്കൗണ്ട് അറ്റ് ബാങ്ക്, ഇങ്ങനെയാണ് വരിക. ഓക്കെ.